പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട മർദ്ദിച്ചെന്ന പരാതി. ചമ്പക്കുഴി സ്വദേശി വെള്ളയനെയാണ് മർദ്ദനമേറ്റത്. വെള്ളയനെ 6 ദിവസം മുറിയിൽ അടച്ചിട്ട പട്ടിണിക്കിട്ട മർദ്ദിച്ചെന്നതാണ് പരാതി. ரெண்டு வீரர்களுக்கு 10 வீரர் கணக்கு சொன்னாங்க. 10 வீரர் கணக்கடிக்கு போனால் போதுன்னு சொல்லங்காட்டி உங்கள் அம்மா வந்து பணம் தரேன்னு நான் இன்னைக்கு காலை விட்டு போகிறேன்னு காட்டி அது முடியாது, பணம் கட்டிட்டு போனால் போதும். இன்னைக்கு கஞ்சியில மேலே வடுக்க வச்சுட்டாங்க. அவன் அடித்தா உதத்த எல்லாம் பண்ணினான். 5 நாளா பண்ண 5 நாளா 5 நாள் தான். சாப்பாடு ஒரு எத்தனை நேரம் கொடுத்தாங்க? சாப்பாடு எப்பவுமே ஒரு நேரம் தான் கொடுக்குறாங்க. என்னோட சொந்தம் பாடில் தாமசிക്കുന്ന ஆளாக்கும் அவரை ஒரு வாரமாக காணாங்கிற நேரத்தில் எங்களுக்கு இங்கே ஒரு வேலைக்கு வந்த ஒரு தகவல் கிடச்சி நாங்கள் இங்கே வந்தோம். இங்கே வந்து பார்க்கும்போது பொம்பளைகள்லாம் கஞ்சா மயக்கத்தில் போகிறாங்க. இங்கே கஞ்சாவும் விபச்சாரமும் எனக்கு நடக்கிறதும் இன்னைக்கு தான் தெரிஞ்சது. ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാടാണ് മനുഷ്യത്വരഹിതമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. ഒരു യുവാവിനെ കഴിഞ്ഞ 6 ദിവസങ്ങളായി കുടിക്കാനോ കഴിക്കാനോ നൽകാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഈ മർദ്ദനത്തിന് കാരണം? പൂട്ടിയിടാൻ കാരണമായത് എന്താണ്? രേണുക, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പാലക്കാട് നിന്നും പുറത്തു വരുന്നത്. പാലക്കാട് മുതലമടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 6 ദിവസമായി ഒരു ആദിവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, പട്ടിണിക്കിട്ട് മർദ്ദിച്ചു എന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ പ്രധാനമായും ഈ കേസിന് ആസ്പദമായി സംഭവം ഉണ്ടാകുന്നത് 6 ദിവസം മുൻപാണ്. ഈ ആദിവാസി യുവാവായിട്ടുള്ള വെള്ളയനാണ് മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും ഈ മുതലമടയിൽ തന്നെയുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഈ വെള്ളയൻ ജോലി ചെയ്യുന്നത്. ആ ഹോം സ്റ്റേയിലെ തന്നെ പ്രധാനമായും തേങ്ങാത്തോട്ടത്തിൽ തേങ്ങ പെറുക്കുന്നതിന് വേണ്ടിയാണ് വെള്ളയൻ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിന് സമീപം, ഈ തോട്ടത്തിന് സമീപമായി തന്നെ ഒരു മദ്യക്കുപ്പി കാണുന്നു. പിന്നീട് വെള്ളയൻ ആ മദ്യം എടുത്ത് കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം പോകുന്നു. ഇത് ഈ ഹോം സ്റ്റേയുടെ ഉടമ കാണുന്നു. അത്തരത്തിലാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ ഉടമ വെള്ളയനെ ചോദ്യം ചെയ്യുന്നു, മർദ്ദിക്കുന്നു, റൂമിൽ പൂട്ടിയിടുകയും മറ്റും ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസമായി വെള്ളയനെ റൂമിൽ പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് മർദ്ദിച്ചുവെന്നാണ് പ്രധാനമായും പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയോടെയാണ് ഈ വെള്ളയനെ മറ്റാളുകളടക്കം തന്നെ കണ്ടെത്തുന്നത്. അതിൽ പ്രധാനമായും ഈ ഹോം സ്റ്റേയിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു തൊഴിലാളി രഹസ്യമായിട്ടൊരു വിവരം ഈ ആദിവാസി നേതാക്കൾക്കടക്കം തന്നെ നൽകുന്നു. ഇത്തരത്തിലൊരാളെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ നൽകുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ ആളുകളടക്കം എത്തുന്നതും ഈ റൂം പോലീസിന് വിവരം അറിയിക്കുന്നതും. ഈ പൂട്ടിയിട്ട റൂം കുത്തി തുറന്ന് ഈ വെള്ളയനെ പുറത്തേക്ക് എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും ഈ ആളുകളുടെ അടക്കം തന്നെ ചോദിച്ചപ്പോഴും അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, വെള്ളയനെ സംബന്ധിച്ചാണെങ്കിൽ വെള്ളയന്റെ വീട്ടിൽ ആരുമില്ല, ഒരു മകൾ മാത്രമാണുള്ളത്. ആ മകളെ തമിഴ്നാട്ടിലേക്കാണ് വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് വെള്ളയൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് വെള്ളയൻ ഒരു പതിവായിട്ടുള്ള ശീലമായിരുന്നു. അതുകൊണ്ടാണ് വെള്ളയനെ കാണാതായി 6 ദിവസം കഴിയുമ്പോഴും തങ്ങൾ അന്വേഷിക്കാതിരുന്നത് എന്നാണ് ഈ നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പിന്നീട് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നതും ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരിശോധന നടത്തുന്നതും വെള്ളയനെ പുറത്തെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വെള്ളയൻ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ. വിനയ, വ്യക്തമാണ് ഈ വാർത്ത